ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മാഹാത്മ്യത്തിലെ 12-ാം അധ്യായമായ ദേവീ ചരിത മാഹാത്മ്യം. 12 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് 13 മുതൽ 16, 18 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് ഓരോ ശ്ലോകം വായിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞ് പഠിച്ചു പോവാം. ആദ്യത്തെ ശ്ലോകം 13-ാമത്തെ ശ്ലോകം. ശ്രുത്വാ മമൈതന്മാഹാത്മ്യം ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തഥാ ചോൽപത്തയ ശുഭാഃ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. ശ്രുത്വാ മമ ഏതത് മാഹാത്മ്യം, മമൈതന്മാഹാത്മ്യം തഥാ ച ഉൽപ്പത്തയഃ ശുഭാഃ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയഃ പുമാൻ. ഇവിടെ പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ശ്രുത്വ കേട്ടിട്ട്, എന്ത്? മമ ഏതത് മാഹാത്മ്യം, എൻ്റെ ഈ മാഹാത്മ്യത്തെ കേട്ടിട്ട്, തഥാ അപ്രകാരം, ച ഉൽപ്പത്തയ ശുഭാഹ അപ്പോൾ തന്നെ എന്തുണ്ടാകുന്നു? അതുപോലെ തന്നെ എൻ്റെ അവതാര കഥകൾ കേൾക്കുകയും ചെയ്താൽ, ച ഉൽപ്പത്തയ, ഉൽപ്പത്തി, സൃഷ്ടി, അവതാരം ഒക്കെയാണ് ഉൽപ്പത്തി ഉണ്ടാകുക. ഉൽപ്പത്തി ശുഭാഹ, ശുഭ എന്ന് പറഞ്ഞാൽ നല്ല മംഗളമായ കാര്യം. അപ്പോൾ ദേവീ മാഹാത്മ്യ കഥകൾ, അവതാര കഥകളൊക്കെ കേട്ടാൽ പരാക്രമം ച യുദ്ധേഷു, അപ്പോൾ അതുപോലെ തന്നെ ദേവി യുദ്ധം, പരാക്രമം എന്നിവിടെ പറഞ്ഞത് ദേവിയുടെ യുദ്ധത്തിലുണ്ടായിരുന്ന സാമർഥ്യം, വീരകൃത്യങ്ങൾ എന്തൊക്കെ ചെയ്തു ദേവി, അത് പരാക്രമം ച യുദ്ധേഷു, യുദ്ധത്തിൽ ദേവി ചെയ്ത പരാക്രമം, ജായതേ നിർഭയ പുമാൻ, മനുഷ്യന് ഭയത്തെ ഇല്ലാതെയാക്കുന്നു. നിർഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മ, ജായത എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നു, ഭയമില്ലാതെയാക്കി തീർക്കുന്നു. അപ്പോൾ ദേവി മാഹാത്മ്യം കേൾക്കുന്നവന്, അല്ലെങ്കിൽ ചൊല്ലുന്നവന്, അല്ലെങ്കിൽ പഠിക്കുന്നവനെ പഠിപ്പിക്കുന്നവന് ദേവിയുടെ അവതാര കഥകൾ കേൾക്കുകയും യുദ്ധത്തിലുണ്ടായിരുന്ന സാമർഥ്യത്തെപ്പറ്റി കേൾക്കുകയൊക്കെ ചെയ്താൽ അവന് ഭയമില്ലാതെയാകുന്നു, ഭയമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്, അതില്ലാതെയാകുന്നു എന്നർത്ഥം. ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തഥാ ചോൽപത്തയ ശുഭാഃ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. അടുത്ത ശ്ലോകം. രിപവസംക്ഷയം യാന്തി കല്യാണം ച ഉപപദ്യതേ നന്ദതേജകുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. രിപവഹ, രിപവഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. സംക്ഷയം, നന്നായി ക്ഷയിക്കുന്നു. യാന്തി, യാന്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു. കല്യാണം, കല്യാണം മംഗളകാര്യങ്ങൾ. ച ഉപപദ്ധ്യത, അതായത് ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുന്നു.
മംഗളകാര്യങ്ങൾ ചെയ്യുന്നു. നന്ദതേജ കുലം പുംസ, അവൻ്റെ പുംസ പുരുഷൻ്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കുലത്തെ നന്ദത എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുക എന്ന് ഒരർത്ഥമുണ്ട്. രണ്ടാമത്തേത് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അവരുടെ കുലത്തിന് വർധനവുണ്ടാകുന്നു എന്നോ അവരുടെ കുലത്തിന് പുഷ്ടി കൊടുക്കുന്നു എന്നോ ഒക്കെ, സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു എന്നൊക്കെ അർത്ഥം എടുക്കാം. മാഹാത്മ്യം മമ ശൃണ്വത, എൻ്റെ ഈ മാഹാത്മ്യം കേൾക്കുന്നത് കൊണ്ട് ശത്രുക്കൾ നശിച്ചു പോകുന്നു, മംഗളകാര്യങ്ങൾ നടക്കുന്നു, അവർക്ക് ആനന്ദമുണ്ടാകുന്നു. ആനന്ദമുണ്ടാകുക അല്ലെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. അവരുടെ കുലം വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ കുലത്തിൽ സന്തോഷം നിലനിൽക്കുന്നു എന്നൊക്കെ അർത്ഥം. അടുത്ത ശ്ലോകം, ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശുണിയാൻ മമ. ശാന്തി കർമ്മണി സർവത്ര, ശാന്തി കർമ്മങ്ങൾ അതായത് ദോഷശാന്തിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ, സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലാം, എപ്പോഴും, മുഴുവനും എന്നൊക്കെ അർത്ഥം. തഥാ അപ്രകാരം ദുസ്വപ്ന ദർശനെ, ചീത്ത സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന്. നമ്മൾ സ്വപ്നം കാണുമ്പം നല്ലത് മാത്രമേ കാണാവുള്ളൂ എന്നുണ്ടോ? അല്ലല്ലോ, ദുസ്വപ്നങ്ങളും കാണും. അപ്പോൾ അങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഗ്രഹപീഡാസു ച ഉഗ്രാസു, ഉഗ്രങ്ങളായ ഗ്രഹപീഡകൾ ഉണ്ടാകുമ്പോഴും, ഗ്രഹപീഡ എന്ന് ഇവിടെ ഉദ്ദേശിച്ച നവഗ്രഹപീഡകളും ജാതകദോഷമൊക്കെ വരില്ലേ, അതൊക്കെയാണ്. അത് രാഹുകാലത്ത് രാഹുവിൻ്റെ അപകാരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരില്ലേ, അതൊക്കെ തന്നെയാണ് ഗ്രഹപീഡ. ആ ഗ്രഹപീഡകൾ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ദേവി മാഹാത്മ്യം കേൾക്കുക. സുണിയാത് മമ സുണിയാൻ മമ, എൻ്റെ ഈ മാഹാത്മ്യം കേൾക്കുക. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശുണിയാൻ മമ. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഃ ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ. ഉപസർഗാഃ, ഉപസർഗങ്ങൾ, ഉപദ്രവങ്ങൾ. ശമം യാന്തി, ശമത്തെ, ശമം എന്ന് പറഞ്ഞാലോ ശമിപ്പിക്കുക, ഇല്ലാതെയാക്കുന്നു. യാന്തി, യാന്തി പ്രാപിക്കുന്നു. അതായത് ജാതകദോഷം, ഗ്രഹപീഡ തുടങ്ങിയ ഉപദ്രവങ്ങളെല്ലാം, ബാധകളെല്ലാം നശിക്കുന്നു. ഗ്രഹപീഡാശ്ച ദാരുണാഃ, ദാരുണങ്ങളായ ഗ്രഹപീഡകൾ, രാഹുദോഷം, കേതുദോഷം എന്നൊക്കെ പറയില്ലേ, ആ ദോഷങ്ങൾ, ഗ്രഹപീഡകൾ, അതൊക്കെ നശിച്ചു പോകുന്നു, ഉണ്ടാകുകയില്ല. ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം, മനുഷ്യർ കാണുന്ന ആ ദുസ്വപ്നം, അതിനെ സുസ്വപ്നമുപജായതേ, നല്ല സ്വപ്നമാക്കി മാറ്റുന്നു. മനുഷ്യർ കാണുന്ന ദുസ്വപ്നങ്ങളെ സുസ്വപ്നങ്ങളാക്കി മാറ്റുന്നു ദേവി മാഹാത്മ്യം. അപ്പോൾ ദേവി മാഹാത്മ്യത്തിൽ ജാതകദോഷത്തെയും ഗ്രഹപീഡകളെയും ബാധകളെയും പിശാചുക്കളെയും എല്ലാത്തിനെയും ഇല്ലാതെയാക്കാനുള്ള കഴിവുണ്ട്. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഃ ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. ബാലഗ്രഹാഭിഭൂതാനാം, ഭൂതങ്ങളിലുണ്ടാകുന്ന ബാലപീഡകൾ, കുട്ടികളിലുണ്ടാകുന്ന ബാലപീഡയെ ബാലാനാം ശാന്തികാരകം, അവർക്ക് ശാന്തിയെ ചെയ്യുന്നു. സംഘാതഭേദേച്ച നൃണാം, അടിച്ചു പിരിഞ്ഞു പോയ മനുഷ്യർക്ക് മൈത്രീകരണം ഉത്തമം. അടിച്ചു പിരിഞ്ഞു പോയവരൊക്കെ മിത്രങ്ങളായി
ഉത്തമമായ മിത്രങ്ങളായി മാറുന്നു ഈ ദേവി മാഹാത്മ്യം കൊണ്ട്. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. അടുത്ത ശ്ലോകം. ദുർവൃത്താനാമശേഷാണാം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവ നാശനം. അപ്പം ദേവി മാഹാത്മ്യം പഠിക്കുന്നത് കൊണ്ട് അപ്പോൾ തന്നെ പഠനാത് ഏവ പഠിക്കുമ്പോൾ തന്നെ എന്താ ഇവിടെ പറഞ്ഞ് ദുർവൃത്താനാമശേഷാണ് മുഴുവൻ ദുഷ്കൃതികളെയും ദുഷ്ടന്മാരെയും അവർക്ക് ബലഹാനികരം അവർക്ക് ബലഹാനിയെ ചെയ്യുന്നു, ബലത്തെ നശിപ്പിക്കുന്നു, അവരുടെ ബലമില്ലാതെയാക്കുന്നു, ബലത്തിന് ഹാനി വരുത്തുന്നു. രക്ഷോഭൂത പിശാചാനം രക്ഷസ് പ്രേത പിശാചുക്കൾ എല്ലാവർക്കും പഠനാദേവനാശനം അവർക്കൊക്കെ ഇത് പഠിക്കുന്നത് കൊണ്ട് നാശമുണ്ടാകുന്നു, അപ്പോൾ തന്നെ നശിച്ചു പോകുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഓരോ ശ്ലോകം വായിച്ചൊന്നും കൂടെ അർത്ഥം നോക്കാം വിശദീകരിച്ച്. ശ്രുത്വാമമൈതന്മാഹാത്മ്യം തഥാ ചോൽപത്തയ ശുഭാഹ പരാക്രമം ച യുദ്ധേഷു ജായത്തെ നിർഭയ പുമാൻ. ഈ ദേവി മാഹാത്മ്യത്തിൽ വിവരിക്കുന്ന ദേവിയുടെ ഉൽപ്പത്തി പ്രകാരങ്ങളെയും യുദ്ധത്തിലെ പരാക്രമവിധങ്ങളെയും ഭക്തിയോടുകൂടി കേൾക്കുന്നവന് യാതൊരുവിധമായ ഭയങ്ങളും ഉണ്ടാവുകയില്ല. മരണകാലത്തുണ്ടാകുന്ന അന്ധക ഭയം പോലും അവർക്ക് ഉണ്ടാവുകയില്ല. ദിപവസംക്ഷയം യാന്തി കല്യാണം ചോപപദ്ധ്യത. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളകാര്യങ്ങൾ എന്നർത്ഥം, നല്ല കാര്യങ്ങൾ. നന്ദതേജകുലം പുംസാം മാഹാത്മ്യം മമസുണ്വതാം. എൻ്റെ ഈ ദേവി മാഹാത്മ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശത്രുക്കൾ ക്ഷയത്തെ പ്രാപിക്കുന്നു, ശ്രോതാക്കൾക്കാകട്ടെ മംഗളമുണ്ടാകുന്നു, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, അവരുടെ കുലം വംശം വർദ്ധിക്കുന്നു, എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേടി അവർ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അർത്ഥം. ശാന്തികർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണിയാൻ മമ. ശൃണുയാത് മമയാണ്, ശൃണിയാൻ മമയായത്. അനർത്ഥത്തിന് ശാന്തിയെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും, അതായത് ഓരോ പീഡകൾക്കൊക്കെ വേണ്ടി ദോഷകാര്യങ്ങളെയൊക്കെ നീക്കാൻ വേണ്ടി ശാന്തി കർമ്മങ്ങൾ ചെയ്യുമ്പം ദുസ്വപ്നം കാണുമ്പോഴും അതുപോലെ തന്നെ ശാന്തിക്കുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ദോഷശാന്തിക്കുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ദുസ്വപ്നങ്ങൾ കാണുമ്പോഴും അത്യുഗ്രങ്ങളായ ഗ്രഹപീഡകൾ ഉണ്ടാകുമ്പോഴും ദേവി മാഹാത്മ്യം കേട്ടാൽ അതിന് ശമനം വരും. ഉപസർഗാക്ഷയം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഹ ദുസ്വപ്നം ച നൃപർദൃഷ്ടം സുസ്വപ്നമുപജായത്തെ. ബാധോപദ്രവാദികൾ ക്ഷയത്തെ പ്രാപിക്കുന്നു, അതിഭയങ്കരങ്ങളായ ഗ്രഹപീഡകൾ ശമിക്കുന്നു, മനുഷ്യർക്കുണ്ടാകുന്ന ദുസ്വപ്നങ്ങൾ സുസ്വപ്നങ്ങളായിത്തീരുന്നു. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. സംഘം വിട്ടുപോയവർ ഒരു കൂട്ടമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അതിൽ നിന്നും പലരും പല വഴിക്ക് പോവില്ലേ, അതുപോലെ വേണ്ടപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോൾ എന്നർത്ഥം. ഗ്രഹപീഠബാധിതരായ ബാലന്മാരെ ഈ ദേവി മാഹാത്മ്യം ചൊല്ലിക്കേൾപ്പിച്ചാൽ അവർ അതിൽ നിന്ന് വിമുക്തരാകും. അന്യോന്യം തെറ്റി മാറിപ്പോകുന്ന സംഘത്തിൽപ്പെട്ടവർക്ക് വീണ്ടും മിത്രങ്ങളായി ഒന്നായി കഴിയുവാനും ദേവി മാഹാത്മ്യത്തിന് ശക്തിയുണ്ട്. ദുർവൃത്താനാമശേഷാണാം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവനാശനം. എല്ലാ ദുർവൃത്തന്മാരുടെയും ദുരാചാരത്തെ ഇല്ലാതാക്കാൻ ദേവി മാഹാത്മ്യത്തിന് കരുത്തുണ്ട്.
രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ ആദിയായവയുടെ ബാധയെ അകറ്റുവാൻ ഈ ദേവി മാഹാത്മ്യ പാരായണം ചെയ്താൽ മതി. ഇനി അത് മുഴുവനും ഒരു പ്രാവശ്യം കൂടി വായിച്ച് നിർത്താം. ശ്രുത്വാമമൈതന്മാഹാത്മ്യം തഥാ ചൊൽപ്പത്തയ ശുഭാഹ പരാക്രമം ച യുദ്ധേഷു ജായത്തെ നിർഭയ പുമാൻ രിപവ സംക്ഷയം യാന്തി കല്യാണം ചോപപദ്യത്തെ നന്ദത്തെ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. ശാന്തികർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനെ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണിയാൻ മമാം. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഃ ദുസ്വപ്നം ച നൃപർദൃഷ്ടം സുസ്വപ്നമുപജായത്തെ. ബാലഗ്രഹാവിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. ദുർവൃത്താനാമശേഷാണാം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവനാശനം. ഹരി ഓം. ഇതോടുകൂടി ഇന്നത്തെ ദേവി മഹാത്മ്യം ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. തത്സത്.